എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ലെസന്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഇത് മുൻകാല ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ ചോദ്യങ്ങളുടെ ആൻസറിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതത്രയും മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി. പ്രത്യേകിച്ച് പുസ്തകങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അതായത് ഇന്ത്യൻ ലെസൺ എന്ന ചാനലിലൂടെ നിങ്ങളുടെ ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ സൈക്കോളജി 5-ൽ 5 മാർക്കും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും. ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ഈ ക്വസ്റ്റ്യൻസും അതിന്റെ ഫാക്റ്റുകളും ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് 5-ൽ 5 മാർക്കും ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഹവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഹവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കേട്ടോ. ഇത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം കിട്ടുകയാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി, മലയാളത്തിൽ ബഹുമുഖ ബുദ്ധി എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ്? ഹവാർഡ് ഗാർഡനർ കേട്ടോ. ഹവാർഡ് ഗാർഡനർ ആണ്. അപ്പൊ ഇദ്ദേഹം കുറച്ച് ബുദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു 8 ബുദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് ഒരു ബുദ്ധി, അതായത് ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പൊ ഇതിനകത്ത് വ്യക്തിഗത സ്വഭാവം, ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയും. അപ്പോൾ ഇതുമായി ആ ഒരു ഇന്റലിജൻസ് ഉള്ള വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്ന സ്വഭാവം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ. ഓപ്ഷൻ: സംഗീതം ആസ്വദിക്കാനുള്ള കഴിവ്. ബി: ഗണിതശാസ്ത്രത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കഴിവ്. സി: സംഘത്തിലെ മറ്റുള്ളവരുടെ മനോവ്യാപാരങ്ങൾ തിരിച്ചറിഞ്ഞ് ഉചിതമായി പെരുമാറുന്നതിനുള്ള കഴിവ്. ഡി: സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുന്നതിനുമുള്ള കഴിവ്. ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ മക്കളെ, ഇൻട്രാ എന്ന് പറയുമ്പോൾ എന്താണ്? ആന്തരികം എന്ന് പറയുമ്പോൾ നമ്മളുടെ അകത്തത് എന്നാണ് ഉദ്ദേശം. മനസ്സിലായോ? അതായത് നമ്മളുടെ തന്നെ ഇൻട്രാ പേഴ്സണൽ, വ്യക്തിയുടെ ആന്തരികം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വ്യക്തികളല്ലേ. അപ്പൊ നമ്മളുടെ അകമേയുള്ള ബുദ്ധിയുമായി ബന്ധപ്പെട്ട് കേട്ടോ. ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് അയാളുടെ തന്നെ സെൽഫ്, അതായത് അയാളുടെ തന്നെ വൈകാരിക അവസ്ഥകളെ മനസ്സിലാക്കി പെരുമാറാനുള്ള ബുദ്ധി അല്ലെ ശേഷിക്കാണ് നമ്മൾ ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്. ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. എപ്പോഴും ഹവാർഡ് ഗാർഡനറിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇൻട്രാ പേഴ്സണലും ഇന്റർ പേഴ്സണൽ, ഈ 2 ബുദ്ധിശക്തികളെ കുറിച്ചും പിന്നെ സ്പേഷ്യൽ, ഇതൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കുക, നിങ്ങളെ സംബന്ധിച്ച് ഈ ആന്തരിക വൈയക്തിക ബുദ്ധി ഉറപ്പായിട്ടും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ നോക്കുക, ഹവാർഡ് ഗാർഡനറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിലെ ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞേ? ഒരു വ്യക്തിക്ക് അയാളുടെ തന്നെ വൈകാരിക അവസ്ഥകളെ മനസ്സിലാക്കി പെരുമാറാൻ ശേഷിയുള്ള ആളാണെങ്കിൽ നമ്മൾ അയാൾക്ക് എന്തുണ്ടെന്ന് പറയും? ആന്തരിക വൈയക്തിക ബുദ്ധിയുണ്ട് എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന്, എനിക്ക് എൻ്റെ കഴിവുകളെ കുറിച്ച് അറിയാം. അപ്പൊ അല്ലെങ്കിൽ എൻ്റെ പോരായ്മകൾ എന്താണെന്ന് അറിയാം. അതിനെ മനസ്സിലാക്കി, എൻ്റെ കഴിവുകളെയും പോരായ്മകളെയും മനസ്സിലാക്കി പെരുമാറാൻ ഞാൻ ശീലിച്ചു കഴിയുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ, എനിക്ക് വലിയ വെല്ലുവിളികളൊന്നും ഉണ്ടാകത്തില്ല. എൻ്റെ കഴിവ് ഇന്നതാണ്, എൻ്റെ പോരായ്മകൾ എനിക്ക് ഇന്നതുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എൻ്റെ പെരുമാറ്റം ഞാൻ എന്ത് ചെയ്യും? ചിട്ടപ്പെടുത്തും. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ? നമുക്കത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് പെരുമാറാൻ കഴിയും. അപ്പൊ ഇവിടെ നോക്കുക, ഓപ്ഷൻ എ: സംഗീതം ആസ്വദിക്കുന്നതിനുള്ള കഴിവ്. ഗണിതശാസ്ത്രത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കഴിവ്. സംഘത്തിലെ മറ്റുള്ളവരുടെ മനോവ്യാപാരം തിരിച്ചറിഞ്ഞ് ഉചിതമായി പെരുമാറുന്നതിനുള്ള കഴിവ്. അടുത്തത് എന്താണ്? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. ഞാൻ പറയും, ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്വയം എന്താണ്? നമ്മളെ തന്നെ ആഴത്തിൽ മനസ്സിലാക്കാനും വിലയിരുത്താനും പിന്നെ എന്താണ്? പോരായ്മ ഉണ്ടെങ്കിൽ മെച്ചപ്പെടുത്താനുമുള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുക? ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടാനുമുള്ള കഴിവ്. ഇനി ഞാൻ ഹവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഏതൊക്കെ അതായത് ഇന്റലിജൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയാം. നിങ്ങൾ ഇത് ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഭാഷാപര ബുദ്ധി എന്നാണ് അർത്ഥം കേട്ടോ. ലിംഗ്വിസ്റ്റിക് കേട്ടോ, ഭാഷാപര ബുദ്ധി. അടുത്തത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയും. ലോജിക്കൽ എന്ന് പറഞ്ഞാൽ യുക്തിപരം, മാത്തമാറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഗണിതപരം. അപ്പോൾ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധി. അടുത്തത് സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ എന്ന് പറഞ്ഞാൽ സ്ഥലപര ബുദ്ധി. നെക്സ്റ്റ് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? താളാത്മക ബുദ്ധി. അടുത്തത് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ശാരീരിക ചാലകപര ബുദ്ധി എന്നാണ് മലയാളം. ശാരീരിക ചാലകപര ബുദ്ധി. ദെൻ ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വ്യക്തിയാന്തര ബുദ്ധി. ഓരോന്ന് ഞാൻ വിശദീകരിക്കാമേ. അടുത്തത് ഇൻട്രാ പേഴ്സണൽ. ഇതിൽ നിന്നായിരുന്നു നമ്മളിപ്പോ കണ്ട ക്വസ്റ്റ്യൻ. ഇൻട്രാ പേഴ്സണൽ അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ്? ആന്തരിക വൈയക്തിക ബുദ്ധി. ദെൻ അടുത്തതാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിപര ബുദ്ധി. ദെൻ അടുത്ത ഒരെണ്ണം ഉണ്ട് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ഇതിന് വലിയ പ്രാധാന്യമില്ല എന്ന് പറഞ്ഞാൽ അസ്തിത്വപര ബുദ്ധി എന്നാണ് അതിന്റെ അർത്ഥം. അസ്തിത്വപര ബുദ്ധി. അദ്ദേഹം ഹവാർഡ് ഗാർഡനർ ആദ്യം ഒരു 7 ബുദ്ധികളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഇൻട്രാ പേഴ്സണൽ വരെ പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം നാച്ചുറലിസ്റ്റിക്കും എക്സിസ്റ്റൻഷ്യലും കൊണ്ടുവന്നു. ഈ നാച്ചുറലിസ്റ്റിക്കും കൊണ്ടുവന്നു, എക്സിസ്റ്റൻഷ്യലും പിന്നീട് കൊണ്ടുവന്നെങ്കിലും എക്സിസ്റ്റൻഷ്യൽ പിന്നീട് അദ്ദേഹം പിൻവലിച്ചു. അദ്ദേഹം ഇതങ്ങ് എക്സിസ്റ്റൻഷ്യൽ എന്നുള്ള ബുദ്ധി, അതായത് അസ്തിത്വപര ബുദ്ധി എന്നുള്ളത് പിൻവലിച്ചു. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. എന്താണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ? എന്താണെന്ന് പറഞ്ഞത് ഭാഷാപര ബുദ്ധി എന്നാണ് പറഞ്ഞത്. അതായത് ഭാഷ അനായാസേന ഉപയോഗിക്കാനും ഒക്കെ കഴിവുള്ള, വാക്കുകളൊക്കെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ വ്യക്തമായിട്ട് അതിന്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കാനും കഴിയുന്നതിനെയാണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. മനസ്സിലായ? എബിലിറ്റി ടു യൂസ് വേർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് സെന്റൻസ്, ഇതൊക്കെ മനസ്സിലാക്കുക. അതായത് നമ്മളൊരു എന്തെങ്കിലും വാക്ക് കേട്ട് അതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക, തിരിച്ചതിന് മറുപടി കൊടുക്കാൻ കഴിയുക. മനസ്സിലായോ? അപ്പൊ ഭാഷാപര ബുദ്ധി എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ എളുപ്പത്തിൽ വാക്കുകളെ മനസ്സിലാക്കാനും വാക്യങ്ങളെ മനസ്സിലാക്കാനൊക്കെ കഴിയുന്നതിനെയാണ് ഭാഷാപര ബുദ്ധി എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിനായിട്ട് ടീച്ചേഴ്സ്, അവർക്ക് കാര്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകത്തില്ലേ ഇല്ലേ? പിന്നെ കവികൾ, അവർക്ക് എന്താണ് കവിതകളിൽ തന്നെ എന്താ ഓരോ വരിയൊക്കെ കേൾക്കുമ്പോൾ ഇന്നതാണ് അതിന്റെ മീനിങ് എന്ന് മനസ്സിലാക്കാനും തിരിച്ച് അതുപോലെ എഴുതാനും ഒക്കെ കഴിയുന്നില്ല. അപ്പൊ അവരിലൊക്കെ ഉള്ളതാണ് ഇത് ഭാഷാപര ബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ. ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? യുക്തിപരവും പിന്നെ എന്താണ് ഗണിതപരവുമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുമ്പോൾ ഗണിതപരം യുക്തിപരം എന്നൊക്കെ പറയുമ്പോൾ സയന്റിസ്റ്റ് അവർ യുക്തിപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഇല്ലേ. മാത്തമാറ്റിക്കൽ എന്ന് പറയുമ്പോൾ അക്കൗണ്ടൻസ്, മാത്തമാറ്റീഷ്യൻസ് ഇല്ലേ, ഇവര് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ഇവരിലെല്ലാം ഉള്ളതാണ് ഈ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ. റിസർച്ചേഴ്സ്, അവരിലും ഗവേഷകരിലെല്ലാം ഉള്ളതാണ് ഈ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധി. ഓക്കെ ആണോ? ഇനി അടുത്ത സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ സ്ഥലപര ബുദ്ധി. അതായത് ഉദാഹരണം ഇപ്പൊ ആർക്കിടെക്ട് അല്ലെ, എഞ്ചിനീയർമാര്, ശില്പികൾ, ഇവരിലൊക്കെ അടങ്ങിയിരിക്കുന്ന ബുദ്ധിയാണ് ഏത്? ഈ സ്പേഷ്യൽ അല്ലെങ്കിൽ സ്ഥലപര ബുദ്ധി എന്ന് പറയുന്നവര്. കാരണം ഇപ്പൊ ശില്പികൾ എന്ന് പറയുമ്പോൾ ഒരു പാറക്കല്ല്, ആ കല്ലില് സാധാരണ നമ്മളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതൊരു വലിയ കല്ലായിട്ട് മാത്രമേ തോന്നത്തുള്ളൂ. പക്ഷേ ഈ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് എന്താണ്? അതിനകത്ത് മനോഹരമായിട്ടുള്ള രൂപമാണ് അവര് കാണുന്നത് ഇല്ലേ. എന്നിട്ട് ആ കല്ലിനെ കൊത്തി അവരെന്താക്കുന്നു? മനോഹരമായ രൂപമാക്കി മാറ്റുന്നു. അപ്പൊ അവരിൽ ഈ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? ഇനി എന്താണ് എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്, ഇവരെയൊക്കെ സംബന്ധിച്ച് എന്താണ്? ഒരു സ്ഥലമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും അവിടെ അതിന്റെ എന്താണ് അവിടെ നല്ലൊരു ബിൽഡിംഗ് വന്നാൽ എങ്ങനെ ഇരിക്കും, അവിടെ അത്രമാത്രം മനോഹരമാക്കാം, ആ സ്ഥലം എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? അറിയാനായിട്ട് സാധിക്കുന്നു. അതാണ് സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തതാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ താളാത്മക ബുദ്ധി എന്ന് പറയാം, അല്ലെ ഋതം അല്ലെ മ്യൂസിക്കൽ താളാത്മക ബുദ്ധി ഇതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഗീതാത്മക ബുദ്ധി. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ സംഗീതം ആസ്വദിക്കാനും അതേപോലെ തന്നെ എന്താണ് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ അതേപോലെ പാടാനൊക്കെ ഉള്ള ശേഷിയുള്ളവരെയാണ് നമ്മൾ ഈ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ളവർക്കാണ് ഇതിനൊക്കെ കഴിയുന്നത് അല്ലെ. അപ്പോ ഗായകര്, അതേപോലെ തന്നെ എന്താ ഗാനരചയിതാക്കള്, അതുപോലെ എന്താണ് ഗാനരചയിതാക്കൾ, അതിന് സംവിധാനം ചെയ്യുന്നവര്, മനസ്സിലായോ? സംഗീത സംവിധായകര്, ഇവരൊക്കെയാണ് ഈ മ്യൂസിക്കൽ ഇന്റലിജൻസിന് ഉദാഹരണം എന്ന് പറയുന്നത്. അടുത്തത് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ശരീരത്തെ അനായാസേന ചലിപ്പിക്കാൻ ശേഷിയുള്ളവർ. നമ്മളൊക്കെ ചലിപ്പിക്കും, പക്ഷെ എന്നാലും എന്താണ് ഡാൻസേഴ്സ്, അത്ലറ്റ്സ്, അല്ലെങ്കിൽ എന്താണ്
ക്രിക്കറ്റ് കളിക്കുന്ന കളിക്കാർ, സ്പോർട്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവര്, പിന്നെന്താണ് സർക്കസിൽ ഉള്ളവര്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്താണ് മൈം കളിക്കുന്നവർ അല്ലെ, അവരിലെല്ലാം എന്താണ് ഈ ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെ ശരീരം എന്താണ് അനായാസേന അവർക്ക് വഴങ്ങും. അതാണ് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. അപ്പൊ അത് അവരത്രയും പേരാണ് ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത്. അതായത് ശാരീരിക ചാലകപര ബുദ്ധി. അടുത്തത് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ്. വളരെ പ്രധാനപ്പെട്ടതാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്റർ പേഴ്സണലും ഇൻട്രാ പേഴ്സണലും. ഇന്റർ പേഴ്സണൽ എന്ന് പറയുമ്പോൾ എന്താണ് വ്യക്തിയാന്തര ബുദ്ധി, അതായത് മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥകളെ മനസ്സിലാക്കി പെരുമാറാനുള്ള ശേഷി, അതാണ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ രാഷ്ട്രീയക്കാര്, അതേപോലെ വ്യവസായ സംരംഭകര്, മനസ്സിലായോ, ഇവർക്കെല്ലാം ടീച്ചറിനെയും പറയാം. എന്താണ് ഇവർക്കെല്ലാം എന്താണ് മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥകൾ, മാനസിക അവസ്ഥകൾ മനസ്സിലാക്കി പെരുമാറാൻ അവർക്ക് സാധിക്കുന്നു. മനസ്സിലായോ. ഡോക്ടേഴ്സിനെയും പറയാം. അതായത് രോഗിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവ് ഡോക്ടേഴ്സിനുണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതിന് ഉദാഹരണം. വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നതിന് ഉദാഹരണം. വ്യവസായ സംരംഭകരെ പറഞ്ഞത് നമുക്കറിയാലോ. കസ്റ്റമറിന് എന്താണ് മനസ്സിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മനസ്സിൽ കാണുമ്പോഴേ മാർക്കറ്റിൽ ആ സാധനം എത്തുന്നു. അപ്പൊ നമ്മളുടെ ഇഷ്ടം, ടേസ്റ്റും പ്രിഫറൻസും മനസ്സിലാക്കി അവര് പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് അവരെയും അതിനകത്ത് പെടുത്താം. അടുത്തതാണ് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. നമ്മുടെ ചോദ്യം ഇതിനകത്ത് അത് റിലേറ്റ് ചെയ്തായിരുന്നില്ല എന്ന് പറയുമ്പോൾ വ്യക്തിയാന്തര ബുദ്ധി, നമ്മളുടെ തന്നെ സ്വന്തം, അതായത് നമ്മളുടെ തന്നെ ഉള്ളിലുള്ള അല്ലെങ്കിൽ എന്താണ് കഴിവുകളെയും പോരായ്മകളെയും മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവ്, അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ വേണമെങ്കിൽ അതിനനുസരിച്ച് മെച്ചപ്പെടുത്തലൊക്കെ കൊണ്ടുവരുന്നത്. ഇതിനെയാണ് ഇൻട്രാ പേഴ്സണൽ, ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്റർ പേഴ്സണലും ഇൻട്രാ പേഴ്സണലും ചേർത്തിട്ട് നമ്മൾ വ്യക്തിപര ബുദ്ധി, പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് വിളിക്കും. മനസ്സിലായോ. ഇന്റർ പേഴ്സണലും ഇൻട്രാ പേഴ്സണൽ, അതായത് വ്യക്തിയാന്തര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധിയെയും ചേർത്തിട്ട് നമ്മൾ എന്ത് വിളിക്കും, പേഴ്സണൽ ഇന്റലിജൻസ്, വ്യക്തിപര ബുദ്ധി എന്ന് വിളിക്കുന്നു. അടുത്തതാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിപര ബുദ്ധി എന്ന് പറയും. അപ്പൊ പ്രകൃതിയുടെ സവിശേഷതകൾ നോക്കിക്കാണുക, പ്രകൃതി സംരക്ഷണം, പിന്നെ ഈ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവര്, പിന്നെ അതേപോലെ തന്നെ എന്താണ് പിന്നെ പറയാനാണെങ്കിൽ ഈ തോട്ട നിർമ്മാണം, മനസ്സിലായോ, അതേപോലെ പക്ഷി നിരീക്ഷകര്, മൃഗങ്ങളെ സംരക്ഷിക്കുന്നവര്, ഇവരൊക്കെ ഏതിന് ഉദാഹരണമാണ്, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് അല്ലെങ്കിൽ പ്രകൃതിപര ബുദ്ധിക്ക് ഉദാഹരണമാണ്. ഈ ഒരു ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഇവര് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. ക്ലിയർ. അടുത്തത് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയും. അതായത് എന്താണ് നമ്മളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ അത് ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇല്ല, അദ്ദേഹം അത് പിൻവലിച്ചു. അതുകൊണ്ട് നിങ്ങൾ നാച്ചുറലിസ്റ്റിക് വരെയുള്ളത് കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്കിലും ഒന്ന് പറഞ്ഞേക്കാം. അതായത് നമ്മളുടെ അസ്തിത്വത്തെ സംബന്ധിക്കുന്ന, അസ്തിത്വപര ബുദ്ധി എന്ന് പറയും. അസ്തിത്വത്തെ സംബന്ധിക്കുക, അതായത് ഞാൻ ആരാണ്, എന്റെ ജനന ഉദ്ദേശം എന്താണ്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്ന് ജനിച്ചത്, ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, ഇങ്ങനൊക്കെ കടന്ന് ചിന്തിക്കത്തില്ലേ, അവരിലുള്ളതാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ സ്പിരിച്വൽ ലീഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരിലുള്ളതാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് കേട്ടോ, അസ്തിത്വപര ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഹവാർഡ് ഗാർഡ്നറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സൈക്കോളജി എന്ന വിഷയം നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടോ അല്ലാണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ നിന്ന് ചോദ്യമില്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഇത് പഠിച്ചോളുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കിക്കേ, ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സ്റ്റേറ്റ്മെന്റ് 1, ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെ. 2, പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. 3, ഭാവിയിൽ സംഭവിക്കുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. ഇവിടെ നോക്കിക്കേ, ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം എന്ത് എന്നുള്ളതാണ്. ഉത്കണ്ഠ എന്ന് പറഞ്ഞ മക്കളെ ആൻസൈറ്റി, ഇംഗ്ലീഷിൽ ആൻസൈറ്റി കേട്ടോ, അതാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഉത്കണ്ഠ എന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ആൻസൈറ്റി എന്ന് പറയത്തില്ലേ, അതായത് അസാധാരണമായിട്ടുള്ള ഭയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഭയം അല്ലെങ്കിൽ ആശങ്ക, അനിശ്ചിതത്വം തുടങ്ങിയ അവസ്ഥകളെയാണ് നമ്മൾ ഉത്കണ്ഠ എന്ന് പറയുന്നത്. എന്താണ് അസാധാരണമായിട്ടുള്ള ഭയം അല്ലെങ്കിൽ എന്താണ് അനിശ്ചിതത്വം അല്ലെങ്കിൽ ആശങ്ക തുടങ്ങിയ അവസ്ഥകളെയാണ് നമ്മൾ ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ എന്ന് പറയുന്നത്. അതായത് ഇതൊരു മാനസികാവസ്ഥയാണ്. ഒരു കാര്യവുമില്ലാത്ത വെറുതെ ആശങ്കപ്പെടുക, അതിനെയാണ് നമ്മൾ ആൻസൈറ്റി. കാരണം ഒരു ആവശ്യവുമില്ലാതെ
ക്ലിയർ? അപ്പൊ അനിശ്ചിതത്വം എന്ന് ഞാൻ പറഞ്ഞത് ഇനി എന്ത് സംഭവിക്കും, അയ്യോ നാളെ എന്ത് സംഭവിക്കും, നമ്മളിങ്ങനല്ലേ അയ്യോ നാളെ എന്ത് സംഭവിക്കും എന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ആദി പിടിക്കുക. അതാണ് യഥാർത്ഥത്തിൽ എന്ത് ഉത്കണ്ഠ, ആൻസൈറ്റി എന്ന് പറയുന്നത്. നാളെക്കുറിച്ചൊരു എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ഇതില്ലാത്ത മനസ്സ് കിടന്ന് ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആവശ്യമില്ലാതെ ഭയപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനെയാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ വെറുതെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല, എന്നിട്ട് മനസ്സ് കിടന്ന് ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ വല്ലാണ്ട് ആശങ്കപ്പെടുന്നു. അതിനെയാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്കിത് ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഞാൻ ചെയ്യിപ്പിക്കുമ്പോൾ ക്ലാസ്സുകളിൽ അതിന്റെ കാരണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ലക്ഷണങ്ങളുണ്ട് നിങ്ങളുടെ സിലബസിൽ. പിന്നെ അതേപോലെ അതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ, അതായത് ഇത് എങ്ങനെ ഉത്കണ്ഠയെ മാനേജ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളതാണ്. ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ട് ഇതുമായിട്ടെല്ലാം എല്ലാ സിലബസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ അത് മുടങ്ങാതെ കാണുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഇനി ഈ ഉത്കണ്ഠയും ആദ്യത്തെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഭയം വേറെ ഉത്കണ്ഠ വേറെ. ക്ലിയർ? ഭയം വേറെയാണ്, ഉത്കണ്ഠ വേറെയാണ്. അതായത് ഉത്കണ്ഠ എന്തുവാണെന്ന് ഞാൻ പറഞ്ഞു, അതായത് അനിശ്ചിതത, അതായത് നാളെ എന്ത് സംഭവിക്കും എന്നതിനെ എന്ന് മനസ്സിലാക്കി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉറപ്പില്ലാത്തതിനെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ആദ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ത് ഉത്കണ്ഠ എന്ന് പറയുന്നത്. എന്നാൽ ഭയം എന്ന് പറയുന്നത് നമുക്ക് മുന്നിൽ വ്യക്തമായ ഒരു ഭീഷണി, അതിനോടുള്ള ഒരു എന്താണ് പ്രതികരണമാണ് ഭയം എന്ന് പറയുന്നത്. നമുക്ക് മുന്നിൽ വ്യക്തമായി ഉള്ള ഒരു സംഭവത്തോടുള്ള പ്രതികരണത്തിനെയാണ്, ഒരു ഭീഷണിയോടുള്ള പ്രതികരണമാണ് ഭയം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത് ഒന്നുകൂടെ പറയാനാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഞാൻ അതെല്ലാം പറഞ്ഞുതരാം. അപ്പൊ കാരണം, ഈ ഉത്കണ്ഠയ്ക്കുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തയാണ് ഉത്കണ്ഠ ഉണ്ടാക്കുന്നത്. ഇനി എന്തെന്നുള്ള ചിന്താഗതിയാണ് ഉത്കണ്ഠയ്ക്ക് കാരണം. എന്നാൽ ഭയം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞു വ്യക്തമായ ഒരു എന്തുണ്ട്, ഭീഷണിയുണ്ട്. ഇപ്പൊ നമ്മളെ നായ കടിക്കാൻ വരുന്നു ഉദാഹരണം, അവിടെ നമ്മൾ ഭയപ്പെടും. അതാണ് ഭയം. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് നായ മുന്നിലെങ്ങും ഇല്ല, ഏരിയയിലേ നായയില്ല, അപ്പൊ ഇങ്ങനെ ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുക എന്നെ നായ കടിക്കുമോ എന്ന് ചിന്തിച്ചോണ്ട് ആദ്യ പിടിച്ചിരുന്ന അതെന്താണ്, ഉത്കണ്ഠയാണ്. എന്നാൽ ഇവിടെ ഒരു നായ ഉണ്ട്, അതിങ്ങനെ നമുക്ക് അതിനെ കുരച്ചോണ്ട് നിൽക്കുന്നെങ്കിൽ ഭയപ്പെടും. അതാണ് ഭയം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതാണ് ഉത്കണ്ഠയും ഭയം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഈ ഉത്കണ്ഠ എന്ന് പറയുന്നത്, ഈ ഉത്കണ്ഠ ലോങ് ലാസ്റ്റിംഗ് ആണ്. എന്നാൽ ഭയം എന്ന് പറഞ്ഞാൽ അതല്ല, അത് വളരെ ഷോർട്ട് ടേം ആണ്, താൽക്കാലികം മാത്രമാണ്. അത് ആ ഒരു ഭയത്തെ മറികടന്നു കഴിഞ്ഞാൽ എന്താണ്, അത് മാറി. നമ്മുടെ മുന്നിൽ നിന്ന് നായ ഓടിപ്പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് മാറിയാലോ പിന്നെ നമ്മൾ അതിനെ ഭയപ്പെടണോ? വേണ്ട. അപ്പോ ഉത്കണ്ഠ ലോങ് ലാസ്റ്റിംഗ് ആണ്, ദീർഘകാലമാണ്. എങ്കിൽ എന്താണ്, ഭയം താൽക്കാലികമാണ്. അപ്പോ ഈ ഉത്കണ്ഠ നമുക്ക് അമിതമായാൽ എന്തുണ്ടാകും? നമുക്ക് മാനസിക സമ്മർദ്ദം, മെന്റൽ സ്ട്രെസ് ഉണ്ടാകും കേട്ടോ. ഉത്കണ്ഠ അമിതമായാൽ മെന്റൽ സ്ട്രെസ് ഉണ്ടാകും. എന്നാൽ ഭയത്തിനെ സംബന്ധിച്ചിടത്തോളം ആ അപകടത്തിൽ നിന്നും, ആ ഭയം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇപ്പൊ നായ കടിക്കുന്ന ഒരു നായ എടുക്കാൻ നിൽക്കുന്നു, അവിടെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അടുത്ത് പോകാതെ വേറെ വഴി കൂടെ അങ്ങ് പോകും. മനസ്സിലായോ? അപ്പൊ ആ അപകടത്തിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യും, ഭയം രക്ഷപ്പെടുത്താറുണ്ട്. ഭയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പല അപകടത്തിൽ നിന്നും രക്ഷ നേടുന്നതെന്നുള്ളതോട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഉത്കണ്ഠയെ നമുക്ക് മാനേജ് ചെയ്യാൻ എന്താണ്, നമുക്ക് ധ്യാനം, അങ്ങനെ മെഡിറ്റേഷനിലൂടെയും പിന്നെ കൗൺസിലിംഗ്, അമിതമായാൽ കൗൺസിലിങ്ങിലൂടെയും, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ഓവറായി കഴിഞ്ഞാൽ എന്താണ്, ഈ നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടറെ അടുത്ത്, മനോവൈദ്യം എന്ന് പറയും ഇല്ലേ, സൈക്കാട്രിസ്റ്റിന്റെ ഒക്കെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും, ഇതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നാൽ ഭയത്തെ സംബന്ധിച്ചിടത്തോളം അപകടം നീങ്ങിക്കഴിഞ്ഞാൽ, അത് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ ഭയം മാറുകയും ചെയ്യും. ഇതാണ് ഉത്കണ്ഠയും ഭയവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെ എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് രണ്ടും രണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതല്ല ആൻസർ എന്നുള്ളത് മനസ്സിലായി ഇല്ലേ? ഭയവും ഉത്കണ്ഠയും ഈ പ്രസ്താവനയിൽ ഒന്ന് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഇനി അടുത്തത് നോക്കിക്കേ, പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നത് ഭയം. കണ്ടോ? പുലി ആക്രമിക്കാൻ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും, ഭയം ഉണ്ടാകും. അത് കറക്റ്റ് ആണ്. അടുത്ത എന്താണ്, ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. അത് പറഞ്ഞില്ലേ, ഭാവിയിൽ ഇനി എന്ത് സംഭവിക്കും എന്ന് നോക്കി അത് ആ കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയ്ക്ക് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഉത്കണ്ഠ അല്ല ആൻസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളിൽ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം ഏതാണ്, രണ്ടും മൂന്നുമാണ്. ഇവിടെ ഓപ്ഷനിൽ ഏതാണ്, രണ്ടും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എബ്രഹാം മാസ്ലോവിന്റെ ആവശ്യ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്?
എബ്രഹാം മാസ്ലോയുടെ ആവശ്യ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ എന്ന് പറയുന്നത് മാക്സിമം ശേഷികളെ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? നോക്കിക്കേ. ഓപ്ഷൻ എ ആത്മവിശ്വാസം, ബി ആത്മസ്നേഹം, സി ആത്മസാക്ഷാത്കാരം, ഡി ആത്മാന്വേഷണം. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയും. എന്താണ് ആത്മസാക്ഷാത്കാരം? സെൽഫ് ആക്ച്വലൈസേഷൻ. എബ്രഹാം മാസ്ലോയുടെ ആവശ്യ ശ്രേണി സിദ്ധാന്തം, അതായത് ഹൈറാർക്കിക്കൽ നീഡ്സ് എന്ന് പറയും. ആവശ്യ ശ്രേണി സിദ്ധാന്തം ഒരു പിരമിഡ് പോലെയാണ്. ഈ സിദ്ധാന്തത്തില് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതും. അപ്പോൾ ഞാൻ അതൊന്ന് പറഞ്ഞു തന്നേക്കാം. അതായത് മാസ്ലോയുടെ ഹൈറാർക്കിക്കൽ നീഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കിടക്കും. ഞാൻ ഇവിടുന്ന് തുടങ്ങാം. നമ്മൾ ഇവിടുന്ന് താഴേന്നാണ് ആവശ്യങ്ങൾ തുടങ്ങുന്നത്. ഒന്നാമത്തത് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയും കേട്ടോ. ഒന്ന് ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് ശാരീരിക ആവശ്യങ്ങൾ. 2 സേഫ്റ്റി നീഡ്സ്, സുരക്ഷാ ആവശ്യങ്ങൾ. 3 ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ്, സ്നേഹവും ബന്ധവുമുള്ള ആവശ്യങ്ങൾ. അടുത്തത് എസ്റ്റീം നീഡ്സ്, ബഹുമാന ആവശ്യങ്ങൾ. അടുത്തത് ഏതാണെന്നറിയാം? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, സ്വയം സാക്ഷാത്കാര ആവശ്യങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ മാസ്ലോയുടെ ആദ്യത്തെ ശ്രേണിയിൽ എന്ന് പറഞ്ഞാൽ ഈ 1, 2, 3, 4, 5 അഞ്ചാമത്തെ തലത്തിലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരേണ്ടത്. ഓക്കെ ആണോ? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരേണ്ടത്. അഞ്ചാമത്തെ തലത്തിലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ. അപ്പോ ഇതാണ് അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും ഉയർന്ന തലത്തിൽ അദ്ദേഹത്തിന്റെ ആവശ്യ ശ്രേണി സിദ്ധാന്തത്തിലെ 5 ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അതാണ് നോർമലി എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കിക്കൽ നീഡ്സ് ആവശ്യ ശ്രേണി സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ 5 ഫിസിയോളജിക്കൽ, അതായത് ശാരീരിക ആവശ്യം, സുരക്ഷാ ആവശ്യം, സ്നേഹവും ബന്ധവുമുള്ള ആവശ്യം, ബഹുമാന ആവശ്യം, സ്വയം സാക്ഷാത്കാരം. അതാണ് 5 ശ്രേണി എന്ന് പറയുന്നത്. നോർമലി അതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ആ ശ്രേണിയെ മോഡിഫൈ ചെയ്തുകൊണ്ട് 3 കാര്യങ്ങളും കൂടി കൊണ്ടുവന്നു. അതിലൊന്നാണ് കൊഗ്നിറ്റീവ് നീഡ്, ഭൗതിക ആവശ്യം. അപ്പോൾ 6ാമത് കൊഗ്നിറ്റീവ് നീഡ് അല്ലെ ഭൗതിക ആവശ്യവും, 7ാമത്തെ തലത്തിൽ എന്താണ്? സൗന്ദര്യ ആവശ്യവും, എസ്തെറ്റിക് നീഡ് എന്ന് പറയും. 8ാമത്തത് ഏറ്റവും ടോപ്പിലാണ് 8ാമത്തത് സെൽഫ് ട്രാൻസെൻഡൻസ് എന്ന് പറയും. സ്വയം അതിജീവനം എന്ന് പറയും. സ്വയം അതിജീവനം. അപ്പൊ താഴേന്നാണ് ഇത് തുടങ്ങുന്നത്. അതായത് ശാരീരിക ആവശ്യങ്ങൾ തൊട്ട് തുടങ്ങി 8ാമത്തെ ട്രാൻസെൻഡൻസ് വരെയാണ് പുതുക്കിയ ശ്രേണി. എന്നാൽ നോർമലി പഴയ ശ്രേണി എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് സ്വയം സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ആത്മസാക്ഷാത്കാരം, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ആത്മസാക്ഷാത്കാരം വരെ ആണ് നോർമലുള്ള 5 തലത്തിലുള്ള ശ്രേണി. അതിൽ 5ാമത്തെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ശാരീരിക ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭക്ഷണം, അതായത് ദാഹജലം, അതേപോലെ പാർപ്പിടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ശാരീരിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ എബ്രഹാം മാസ്ലോ നമ്മളുടെ ആവശ്യങ്ങളുടെ പ്രാധാന്യം അനുസരിച്ചാണ് ഇവിടെ ഈ ശ്രേണി അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഭക്ഷണം വേണം, ഇല്ലേ? പിന്നെ അതേപോലെ തന്നെ എന്താണ്? ശ്വസിക്കാനുള്ള നല്ല എയർ വേണം, വായു വേണം, വെള്ളം വേണം, ഇല്ലേ? കിടക്കാൻ പാർപ്പിടം വേണം, വസ്ത്രം വേണം. ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ ശാരീരിക ആവശ്യങ്ങൾ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ശാരീരിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ എന്നാണ് നമ്മൾ പറയുക. 1ാമത്തെ ശ്രേണിയിലുള്ളത് ശാരീരിക ആവശ്യങ്ങൾ അല്ലെ അടിസ്ഥാന ആവശ്യങ്ങൾ. അപ്പോൾ ഏറ്റവും താഴത്തെ ലെവലിൽ ഏതാണെന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ഏതാണ്? ശാരീരിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്തതാണ് സുരക്ഷാ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ ജീവന് സുരക്ഷ വേണം, ജോലിക്ക് സുരക്ഷിതത്വം വേണം, ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ജോലി വേണം, ഇല്ലേ? നിയമപരമായ സുരക്ഷ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സുരക്ഷാ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? സുരക്ഷാ ആവശ്യങ്ങൾ. അടുത്തത് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, അതായത് സ്നേഹവും ബന്ധവും എന്ന് വെച്ചാൽ നമ്മൾക്ക് കുടുംബത്തിന്റെ സ്നേഹം വേണം, പിന്നെ നമ്മൾക്ക് ഫ്രണ്ട്സിന്റെ സ്നേഹം വേണം, ഇല്ലേ? പിന്നെ മറ്റ് ആൺപെൺ ആ ഒരു സ്നേഹം, ഇതൊക്കെ നമ്മൾ
അതിനുശേഷമാണ് ആഗ്രഹിക്കുക. അപ്പൊ ഏറ്റവും താഴെ തലത്തിലുള്ള ബേസിക് നീഡ്സ് ആയിട്ടുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം ഒക്കെ ലഭിച്ച് അത് തൃപ്തിയായെങ്കിൽ മാത്രമേ നമ്മൾ പിന്നീട് അടുത്ത ആവശ്യത്തിലേക്ക് പോകൂ. ഈ വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ കിടക്കാൻ ഇടവും ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് മുകളിലുള്ള ആവശ്യങ്ങൾ, അതായത് ഇപ്പം സേഫ്റ്റി നീഡ്സ് പറഞ്ഞു, ജോലിയുടെ സുരക്ഷിതത്വത്തെ കുറിച്ച്, അതിന് മുകളിലുള്ള സ്നേഹബന്ധത്തിലൊക്കെ പോവോ? ഒരിക്കലും പോകത്തില്ല. അപ്പൊ ആദ്യം എന്താണ്, നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾ സാധിച്ചെടുത്താൽ മാത്രമേ അത് തൃപ്തമായി കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. അത് തൃപ്തമാകുമ്പോഴാണ് അതിന്റെ മുകളിലത്തെ സ്റ്റേജ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് എന്നുള്ളത് അതിലേക്ക് പോകുന്നത്. മനസ്സിലായി? ഇതാണ് എബ്രഹാം അങ്ങനെ ഓരോന്നിലേക്കും പോകുന്നത് എന്നാണ് എബ്രഹാം മാസ്ലോ ഇവിടെ പറഞ്ഞു വെച്ചത്. അപ്പൊ ഈ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് ഞാൻ പറഞ്ഞു അല്ലേ, എല്ലാവരുമായിട്ട് എല്ലാവരുടെയും സ്നേഹം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അടുത്തത് അതിനുശേഷം എന്താണ്, എസ്റ്റീം നീഡ്സ് എന്ന് പറയും. ആദരവിന് വേണ്ടിയിട്ടുള്ള ബഹുമാന ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, സമൂഹം നമ്മളെ ബഹുമാനിക്കുക, സമൂഹത്തിൽ നിന്ന് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുക, സെൽഫ് കോൺഫിഡൻസ്, ഇതൊക്കെയാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യം, അതാണ് അടുത്ത. അപ്പോ സ്നേഹവും, കുടുംബത്തിന്റെ സ്നേഹവും സുഹൃത്തുക്കളുടെ സ്നേഹവും ഒക്കെ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഒരു ആവശ്യം നമുക്കുണ്ടാകുന്നു. എല്ലാവരുടെയും ബഹുമാനം നമുക്ക് വേണം, എല്ലാവരും നമ്മളെ അംഗീകരിക്കണം എന്നുള്ള ആവശ്യത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? ഇനി അതും കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരം. അതായത് അവനവന്റെ എന്താണ് കഴിവുകളെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്നു. മനസ്സിലായോ? സ്വന്തം കഴിവുകളെയും ശേഷികളെയും പരമാവധി വികസിപ്പിക്കുക, അതാണ് ആത്മസാക്ഷാത്കാരം അല്ലെ സ്വയം സാക്ഷാത്കാര ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പൊ അതിനൊരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഇപ്പൊ ഒരു ചിത്രകാരൻ അയാളുടെ സ്വന്തം കഴിവ് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു മനോഹര ചിത്രം എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നത്. മനസ്സിലായോ? അപ്പോ എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഈ താഴെ തട്ടിലുള്ള ഓരോന്നും എന്ത് ചെയ്യുന്നു, ഈ ചിത്രകാരനെ സംബന്ധിച്ച് അയാളുടെ ഫിസിയോളജിക്കൽ നീഡ് അയാൾ സാറ്റിസ്ഫൈ ചെയ്തു, സേഫ്റ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തു, ലൈവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, എസ്റ്റീം നീഡ് സാറ്റിസ്ഫൈ ചെയ്തു. അവസാനം എന്ത് ചെയ്യുന്നു, അയാളുടെ ആ കഴിവുകളെ മൊത്തം പുറത്തെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, മനോഹരമായ ചിത്രങ്ങൾ അയാൾ വരയ്ക്കുന്നു. മനസ്സിലായോ? ഇപ്പൊ പട്ടിണി കിടക്കുന്ന ഒരാൾ, അല്ലെ ശ്വസിക്കാൻ നല്ല ശുദ്ധവായു ഒന്നും ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് മനോഹര ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയുമോ? ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ താഴെ തട്ടിലുള്ള ഓരോ ആവശ്യങ്ങളും പടിപടിയായി നേടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന തലം 5 ശ്രേണികളാണ് നോർമലി അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പൊ അതിൽ എപ്പോഴും ചോദ്യം വരുന്നത് ആ ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഈ ഓപ്ഷൻസിനകത്ത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതാണ് ആൻസർ. ഏറ്റവും ഉയർന്ന ശ്രേണി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ആത്മസാക്ഷാത്കാരമാണ്. അതല്ല, അതിന് മുകളിലായിട്ടുള്ളതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതുക. അപ്പോൾ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അതാണ്. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവുകളെയും ശേഷികളെയും പരമാവധി വികസിപ്പിക്കുക, പൊട്ടൻഷ്യാലിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൊഗ്നിറ്റീവ് നീഡ്സ്, ബൗദ്ധിക ആവശ്യങ്ങൾ. അത് കഴിയുമ്പോഴത്തേക്കിന് അടുത്ത എന്താണ്, അതിന് മുകളിലായിട്ട് അദ്ദേഹം മറ്റൊരു ആവശ്യം കൊണ്ടുവന്നു, അതാണ് ഭൗതിക ആവശ്യം എന്ന് പറയുന്നത്. ഭൗതിക ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇപ്പൊ എന്താണ്, ഒരു സ്ഥലം സന്ദർശിക്കുക, അവിടുത്തെ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ പുസ്തകങ്ങളെ വായിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതല്ലെങ്കിൽ പുതിയ പുതിയ സ്കില്ല്, ടെക്നോളജികളെ കുറിച്ചൊക്കെ പഠിക്കാൻ ഉത്സാഹം കാണിക്കുക, അതൊക്കെയാണ് കൊഗ്നിറ്റീവ് നീഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഭൗതിക ആവശ്യം എന്ന് പറയുന്നത്. അടുത്തത് എസ്തെറ്റിക് നീഡ്, സൗന്ദര്യ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് നമ്മൾ ഗാർഡനിങ്, നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്താണ്, പൂന്തോട്ടമൊക്കെ നിർമ്മിച്ചിട്ട് അതിന്റെ ഭംഗി ആസ്വദിക്കുന്നു ഇല്ലേ? പിന്നെ അതേപോലെ നമ്മളുടെ മുറികളൊക്കെ നല്ല ഭംഗിയായിട്ട് അടുക്കി പെറുക്കി വെച്ച് അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എസ്തെറ്റിക് നീഡ്സ്. മനസ്സിലായോ? അടുത്തതാണ് സെൽഫ് ട്രാൻസെൻഡൻസ് എന്ന് പറയും. അതായത് സ്വയം അതിജീവനം, സെൽഫ് ട്രാൻസെൻഡൻസ്. അതാണ് അദ്ദേഹത്തിന്റെ പരിഷ്കരിച്ച ശ്രേണികളിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നത്. സെൽഫ് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന സംഭവമാണ്. അവിടെ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണെന്ന് അറിയാമോ, സ്വയം അതിജീവനം ഇല്ല എന്ന് പറയുമ്പോൾ സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവർക്കായിട്ട് ജീവിക്കുക, അതാണ് സെൽഫ് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സ്വന്തം കഴിവുകളെ വികസിപ്പിച്ച് പരമാവധി ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം. എന്നാൽ സെൽഫ് ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് വേണ്ട എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അതാണ് സെൽഫ് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ അതിന് ഉദാഹരണം എന്ന് പറയുന്നത് മദർ തെരേസ, ഗാന്ധിജി, ഇവരൊക്കെ ഈ സെൽഫ് ട്രാൻസെൻഡൻസ് അതിന് ഉദാഹരണങ്ങളാണ്. മദർ തെരേസയൊക്കെ എങ്ങനെയാണ്, സ്വന്തം ജീവിതത്തെക്കാട്ടി ഉപരി എന്താണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച
വ്യക്തിയാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതാണ് അവരിലുള്ള ഒരു ഇതാണ് സെൽഫ് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇതാണ് എബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ആവശ്യ ശ്രേണി സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യം ശാരീരിക ആവശ്യം, അതിനുശേഷമാണ് സുരക്ഷാ ആവശ്യം, പിന്നെ എന്താണ് സ്നേഹവും ബന്ധവുങ്ങൾക്കുമുള്ള ആവശ്യം, ബഹുമാന ആവശ്യം, സ്വയം സാക്ഷാത്കാരം അല്ലെ ആത്മസാക്ഷാത്കാരം. ഈ 5 എണ്ണമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശ്രേണി. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പിലുള്ളത് ഏതാന്ന് ചോദിച്ചാൽ ആത്മസാക്ഷാത്കാരം. പരിഷ്കരിച്ചതിൽ ഏറ്റവും ടോപ്പിലുള്ളത് ഏതാന്ന് ചോദിച്ചാൽ സെൽഫ് ട്രാൻസെൻഡൻസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇനി വർക്ക്ഔട്ട് ചെയ്യും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത്? മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി, അതായത് മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന രീതി ഏത് എന്നുള്ളതാണ്. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുക. മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ മക്കളെ, മെന്റൽ സ്ട്രെസ് അല്ലെ. മാനസിക സമ്മർദ്ദം എന്ന് പറയുമ്പോൾ മെന്റൽ സ്ട്രെസ്. എങ്ങനെയാണ് ഈ മെന്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളുടെ മനസ്സിന് ഉള്ള ശേഷിയേക്കാൾ കൂടുതൽ സമ്മർദ്ദം നേരിടുമ്പോൾ എന്തുണ്ടാകുന്നു? നമുക്ക് ആശങ്കയുണ്ടാകുന്നു, ഉത്കണ്ഠയുണ്ടാകുന്നു, തുടങ്ങിയ അവസ്ഥകൾ നമുക്കുണ്ടാകും. ഇതിനെയാണ് നമ്മൾ മാനസിക സമ്മർദ്ദം എന്ന് വിളിക്കുന്നത്, ഇല്ലേ? അതായത് മനസ്സിന് താങ്ങാൻ കഴിയുന്ന ശേഷിയേക്കാൾ അപ്പുറത്തെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉത്കണ്ഠ, ആശങ്ക, ക്ഷീണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഈ അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കും? മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നു. മനസ്സിലായോ? മെന്റൽ സ്ട്രെസ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അധികമായിട്ട് എന്താണ് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അതുമൂലമുള്ള ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അതിന്റെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ അമിതമായിട്ടുള്ള ജോലി ഭാരമായിരിക്കാം, അല്ലെ കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇല്ലേ? വിശ്രമമില്ലായ്മ മൂലമുണ്ടാകാം, അല്ലെ പരാജയ ഭയം കൊണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാകാം, ഇല്ലേ? അല്ലെ പ്രതീക്ഷയുടെ ഭാരം, അതായത് നമ്മളിൽ നിന്ന് നമ്മുടെ വീട്ടുകാർ അല്ലെ അധ്യാപകർ ഒരുപാട് പ്രതീക്ഷിക്കുന്നു, പക്ഷെ നമുക്ക് അതിനനുസരിച്ച് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതൊക്കെ എന്താണ്? മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം. മനസ്സിലായോ? ഇനി ഇവിടെ ചോദ്യം എന്താണ്? മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമായ ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏതെന്നാണ്. ഒന്ന്, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഉടനടി ഉറങ്ങുക. അതൊരിക്കലും അല്ലേ. സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കിടന്നുറങ്ങാൻ പറ്റും? ഉറക്കമേ വരത്തില്ല. അപ്പൊ അതല്ല. അടുത്ത എന്താണ്? സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. സമ്മർദ്ദം ഉള്ളപ്പോൾ ദേഷ്യം പ്രകടിപ്പിച്ചാൽ നമുക്ക് ടെൻഷൻ കുറഞ്ഞു കിട്ടും? ഒരിക്കലും കുറയത്തില്ല, അത് കൂടത്തേ ഉള്ളൂ. അടുത്തത് നോക്കുക, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി ഉപയോഗിക്കുന്നത്. അടുത്തത് സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ലഹരി ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിലാക്സേഷൻ ചെയ്യത്തില്ലേ, ശ്വാസോച്ഛ്വാസം എടുത്ത് നമ്മൾ പതുക്കെ എന്താണ് ഇങ്ങനെ കുറച്ച് ടൈം, ഇത്ര സെക്കൻഡ് കൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, അത് ഹോൾഡ് ചെയ്ത് ഇത്ര സെക്കൻഡ് പിടിക്കുന്നു, പിന്നീട് എന്താണ് തിരിച്ച് അത് കുറച്ചുകൂടെ സമയമെടുത്ത് തിരിച്ച് നമ്മൾ ഉച്ഛസിക്കുന്നു. അങ്ങനെ കുറെ പ്രാവശ്യം ചെയ്യുമ്പോൾ എത്ര വലിയ ടെൻഷനും എന്താകും? നമുക്ക് കുറഞ്ഞു കിട്ടും. ആ ഒരു മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്വസന വിശ്രാന്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ടെൻഷൻ കുറയ്ക്കാം. റിലാക്സേഷൻ മെത്തേഡിലൂടെ നമുക്ക് സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മെന്റൽ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ മാനസിക സമ്മർദ്ദം, മെന്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? മനസ്സിന് നമ്മളുടെ ശേഷിയെക്കാട്ടിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ, നേരിടുമ്പോൾ നമ്മൾ നേരിടുന്ന ഉത്കണ്ഠ അല്ലെങ്കിൽ ആശങ്ക, ക്ഷീണം തുടങ്ങിയ അവസ്ഥയ്ക്കാണ് നമ്മൾ മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞത്. അപ്പോൾ അധികമായിട്ട് നമുക്ക് എന്താണ് സമ്മർദ്ദം ഉണ്ടാകുന്നതാണ് ഈ മാനസിക സമ്മർദ്ദം. അപ്പോൾ കാരണം എന്ന് പറഞ്ഞത് എന്താണ്? അധികമായിട്ടുള്ള ജോലി ഭാരം വരുന്നത്, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ, വിശ്രമമില്ലാത്തത്, പരാജയ ഭീതി തുടങ്ങിയ കാരണങ്ങളെല്ലാം കൊണ്ട് നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തിയത് ഏതൊക്കെ ഘടകങ്ങൾ ചേർത്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൈക്കോ അനാലിസിസ്, അല്ലെ മനോവിശ്ലേഷണം, മാനസിക അപഗ്രഥനം എന്നൊക്കെ നമ്മൾ പറയും. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് അല്ലേ. അപ്പോ മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്, അല്ലെങ്കിൽ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഒരു മാർക്ക് പഠിച്ചു വെച്ചേക്ക്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇവിടെ നോക്കിക്കേ, വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തിയത് ഏതൊക്കെ ഘടകങ്ങൾ ചേർത്താണ്? ഇദ്ദേഹത്തിന്റെ സൈക്കോ അനാലിസിസിൽ, അതായത് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം
3 തലങ്ങളാണ് ഈ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിനുള്ളത്. സൈക്കോ അനാലിസിസിന് 3 തലങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് വ്യക്തിത്വത്തിന്റെ ചലനാത്മകത. 2 വ്യക്തിത്വ ഘടന. 3 മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ എന്ന് പറയും, സൈക്കോ സെക്ഷൽ സ്റ്റേജസ്. അപ്പൊ ഇതിൽ ഒന്നാമത്തത് എന്താണ്, വ്യക്തിത്വത്തിന്റെ ചലനാത്മകത, അതായത് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനമിക്സ് എന്ന് പറയും. അതിൽ ഊന്നിക്കൊണ്ട് സിഗ്മണ്ട് ഫ്രോയിഡ് മനസ്സിനെ 3 തലങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതായത് ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഈ മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അബോധ മനസ്സിന് പ്രാധാന്യം നൽകുന്ന വാദമാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം. ഓക്കെ, അബോധ മനസ്സിന് പ്രാധാന്യം നൽകുന്നു. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ മനോവിശ്ലേഷണം നിങ്ങൾ ഇവിടെ ഇപ്പൊ തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വെക്കുക. മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത് ആരാണ് ആവിഷ്കരിച്ചത്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവാണ്. ഒരു ചോദ്യം കൂടി, ആധുനിക മനഃശാസ്ത്രം, മോഡേൺ സൈക്കോളജി കേട്ടോ, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവാണ്. ഇനി ഈ സിഗ്മണ്ട് ഫ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം, ഞാൻ പറഞ്ഞു മനസ്സിനെ 3 തലങ്ങളായിട്ട് വിഭജിച്ചു എന്ന് പറഞ്ഞ്, ഏതാണ്? ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. അതവിടെ നിൽക്കട്ടെ. അതിന്റെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കും. ഇവിടെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് വ്യക്തിത്വ ഘടനയാണ്. വ്യക്തിത്വ ഘടന. അപ്പൊ ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ഘടനയെ കുറിച്ചാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിക്ക് മനസ്സിന് 3 ഘടന, മനസ്സിന്റെ ഘടനയിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞാല് 3 ഘടകങ്ങൾ ചേരുന്നതാണ് ഒരു വ്യക്തിയുടെ മനോഘടന എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 3 ഘടകങ്ങൾ ചേരുന്നതാണ് ഒരു വ്യക്തിയുടെ മനോഘടന. അപ്പോ ഇവിടെ ആ 3 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ 3 ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ. മലയാളത്തിൽ ഇദ്ദിനെ ഇദ് എന്ന് തന്നെ പറയും. ഈഗോ എന്ന് വെച്ചാൽ അഹം എന്ന് പറയും. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ അത്യാഹം. മനസ്സിലായോ? ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇതെന്ന് പറഞ്ഞാല് നമ്മളുടെ മനുഷ്യൻ എന്താണോ ഏറ്റവും സന്തോഷമുള്ളത് അതെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മളുടെ മാനസിക ഘടനയാണ് ഇദ്. മനസ്സിലായോ? ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇതിനെ നിയന്ത്രിച്ച് നിർത്തുന്നത് ഈഗോയാണ്. ഇപ്പോൾ നമ്മൾ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുമ്പോൾ അത് ചെയ്യണ്ട എന്ന് നമ്മളെ വിലക്കി നിർത്തുന്നത് ഈഗോയാണ്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി മനുഷ്യനെ കൊണ്ട് നന്മ മാത്രം ചെയ്യിപ്പിക്കുന്ന മനസ്സിന്റെ ഘടകമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് 3 പേർക്കും ഓരോ പ്രിൻസിപ്പിൾ ഉണ്ട്. ഇതെന്ന് പറയുന്നത് മനുഷ്യന് സുഖം കൊടുക്കുക, ആനന്ദം നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ജോലി. മനസ്സിലായോ? അപ്പൊ തെറ്റാണെങ്കിൽ അത് ചെയ്യാൻ പ്രേരിപ്പിക്കും. തെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് സുഖം കിട്ടുന്നെങ്കിൽ നീ ചെയ്തോ എന്ന് മനസ്സിന്റെ ഒരു ഘടകം പറയുന്നതാണ് ഇതെന്ന് പറഞ്ഞത്. മനസ്സിലായി? ഇതാണ് നമ്മളെ തെറ്റ് ചെയ്യാനും എല്ലാം പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ശരിയായാലും തെറ്റായാലും ഒക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇതാണ്. ഓക്കെ, അപ്പൊ ഇത് പ്രവർത്തിക്കുന്നത് ഏത് പ്രിൻസിപ്പിൾ, ഏത് തത്വം അനുസരിച്ചാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുഖതത്വം കേട്ടോ, സുഖതത്വം, പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. ഈഗോ പ്രവർത്തിക്കുന്നത്, ഈഗോ കൺട്രോൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അല്ലെ. ഇത് റിയാലിറ്റി പ്രിൻസിപ്പിൾ, അതായത് യാഥാർത്ഥ്യ തത്വം അനുസരിച്ചാണ് ഈഗോ പ്രവർത്തിക്കുന്നത്. യാഥാർത്ഥ്യ തത്വം അനുസരിച്ചാണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മൊറാലിറ്റി പ്രിൻസിപ്പിൾ, സാൻമാർഗിക തത്വം അനുസരിച്ചാണ്. അതായത് തെറ്റൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഈ 3 ഘടകങ്ങളും കൂടി ഒരു പാരസ്പര്യത്തിൽ പോകുമ്പോഴാണ് നമ്മളുടെ മനസ്സ് ശാന്തമായിരിക്കുന്നത്. ഇവ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ബാക്കി നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളെ ആവർത്തിച്ച് പഠിപ്പിക്കും. ഒരു ടെൻഷനും വേണ്ട. ഇവിടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, അപ്പോൾ വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തിയത് ഏതൊക്കെ ഘടകങ്ങൾ ചേർത്താണെന്ന് ചോദിച്ചാൽ ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ. ഏതാണ്? ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ. മനസ്സിനെയാണ് അദ്ദേഹം 3 തലങ്ങളായിട്ട് വിഭജിച്ചതെന്ന് ചോദിച്ചാൽ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. അപ്പോ സൈക്കോ അനാലിസിസിൽ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് അബോധ മനസ്സിനാണ്. കാരണം ഒരു വ്യക്തിയുടെ അബോധ മനസ്സാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നതെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ സൈക്കോ അനാലിസിസ് എന്താണെന്ന് ചോദിച്ചാൽ അബോധ മനസ്സിന് പ്രാധാന്യം നൽകുന്ന വാദം, അൺകോൺഷ്യസിന് പ്രാധാന്യം നൽകുന്നതാണ് മനോവിശ്ലേഷണം. ഓക്കെ ആണോ എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഫ്രോയിഡ് ആണ്. നമ്മൾ പറഞ്ഞു ഫ്രോയിഡ് അല്ലെ. സൈക്കോ അനാലിസിസ് ആവിഷ്കരിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇദ്ദേഹമാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. അതേപോലെ തന്നെ ഫ്രോയിഡ് ആണ് മോഡേൺ സൈക്കോളജി കേട്ടോ, അതായത് ആധുനിക മനഃശാസ്ത്രത്തിന്റെ, മോഡേൺ സൈക്കോളജി, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രോയിഡ് ആണ്. എന്നാൽ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ട് എന്ന് പറയുന്ന വ്യക്തിയാണ്. വില്യം വൂണ്ട് കേട്ടോ, വില്യം വൂണ്ട്. ഇവിടെ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത ചോദ്യം,
താഴെ പറയുന്നതിൽ ദൃശ്യസ്ഥലപര ബുദ്ധി സ്പേഷ്യൽ ഇന്റലിജൻസ് കൂടുതലായുള്ളത് ആർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹവാർഡ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ അല്ലേ? നോക്കിക്കേ, ശില്പികൾ, എഴുത്തുകാർ, സംഗീതജ്ഞർ, രാഷ്ട്രീയക്കാർ. ആർക്കാ മക്കളെ? ശില്പികൾ. നമ്മൾ പറഞ്ഞതാണ്, ശില്പികൾക്കാണ് അല്ലേ ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയ നോക്കിക്കേ, ശാരീരികമാണോ, മാനസികമാണോ, അതോ പാരിസ്ഥിതികമാണോ, അതോ ആന്തരികമാണോ? പാരിസ്ഥിതികമാണോ, ആന്തരികമാണോ? നോക്കിക്കേ, ഈ ഭൂകമ്പം, മലിനീകരണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കി തന്നെ പറയാം എന്താണ്? പാരിസ്ഥിതികമാണ്, എൻവയോൺമെന്റലി പറയുന്ന കാര്യങ്ങളാണ് അല്ലെ? അതായത് ഭൗതിക പരിസ്ഥിതി മൂലം നമുക്ക് സമ്മർദ്ദം ഉണ്ടായാൽ അതിനെ നമ്മൾ പാരിസ്ഥിതിക സമ്മർദ്ദം എന്ന് പറയുന്നു. ഭൗതിക പരിസ്ഥിതി മൂലം, നമ്മുടെ ചുറ്റുവട്ടം മൂലം നമുക്ക് സമ്മർദ്ദം ഉണ്ടായാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഭൗതിക പരിസ്ഥിതി മൂലം ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ പാരിസ്ഥിതിക സമ്മർദ്ദം എന്ന് പറയും. മനസ്സിലായോ? പാരിസ്ഥിതിക സമ്മർദ്ദം. എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ ഈ ചുറ്റുപാടുമുള്ള അസൗകര്യങ്ങൾ നമുക്ക് പറയാം, ശബ്ദ മലിനീകരണം, തിരക്ക്, അതേപോലെ തന്നെ കാലാവസ്ഥയിലെ വ്യതിയാനം, വായു മലിനീകരണം, ഭൂകമ്പം, പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂകമ്പം, വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മനസ്സിലായോ? ഇതൊക്കെ മൂലം നമുക്ക് എന്തുണ്ടാകും? സമ്മർദ്ദം ഉണ്ടാകത്തില്ലേ? വായു മലിനീകരണം, നല്ല ശുദ്ധവായു നമുക്ക് കിട്ടുന്നില്ല, അപ്പൊ എന്താണ്? ഭയങ്കരമായ സമ്മർദ്ദം നമുക്ക് ഉണ്ടാകും ഇല്ലേ? അതേപോലെ തന്നെ എന്താണ്, ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഭയങ്കര തിക്കും തിരക്കും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സമ്മർദ്ദം ഇല്ലേ? ഇല്ലേ? ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടതാണ്. കാലാവസ്ഥയിൽ വ്യതിയാനം, എന്നും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം ഇല്ലേ? നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വല്ലാത്ത വീർപ്പുമുട്ടൽ വരും ഇല്ലേ? അല്ലെ ഭയങ്കരമായ ചൂട് അനുഭവപ്പെടുമ്പോഴും സമ്മർദ്ദം ഉണ്ടാവും, മാനസിക സമ്മർദ്ദം ഉണ്ടാവും ഇല്ലേ? പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മാനസിക സമ്മർദ്ദം ഇല്ല. അപ്പൊ ഇങ്ങനെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടായാൽ അതിനെയാണ് ആ പേര് ചേർത്ത് പാരിസ്ഥിതിക സമ്മർദ്ദം എന്ന് പറയുന്നത്. ഇപ്പൊ ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ പാരിസ്ഥിതിക സമ്മർദ്ദമാണ്. മനസ്സിലായോ? അപ്പൊ മനസ്സിന്റെ പ്രതീക്ഷകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള സംഘർഷം മൂലം നമുക്ക് എന്തുണ്ടാകും? സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്. അതിനെ നമ്മൾ മാനസിക സമ്മർദ്ദം എന്ന് വിളിക്കും. മനസ്സിലായോ? അതായത് എന്താണ് മാനസിക സമ്മർദ്ദം എന്ന് പറയുമ്പോൾ മനസ്സിന്റെ പ്രതീക്ഷ ഒന്ന്, എന്നാൽ എന്താണ് യാഥാർത്ഥ്യം അകലത്താണ്. അങ്ങനെ വരുമ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാകും അല്ലെ? നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അപ്പൊ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിൽ ഭയങ്കര അന്തരം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? സംഘർഷം ഉണ്ടാകും. ഇതിനെ നമ്മൾ മാനസിക സമ്മർദ്ദം എന്ന് പറയും ഇല്ലേ? അതായത് പരാജയ ഭയം എക്സാമ്പിൾ ആണ്. അതേപോലെ അത്യധികം പ്രതീക്ഷ വയ്ക്കുന്നു, അപ്പൊ അതിനനുസരിച്ച് നടക്കാതെ വരുമ്പോൾ എന്താണ്? മാനസിക സമ്മർദ്ദം ഉണ്ടാകും. ആത്മവിശ്വാസ കുറവുണ്ടായാലും മാനസിക സമ്മർദ്ദം ഉണ്ടാകും. അപമാനം, കുറ്റബോധം, ഇതെല്ലാം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്. മനസ്സിലായോ? ഇനി മറ്റൊരു സമ്മർദ്ദം കൂടെ ഉണ്ട്, സോഷ്യൽ സമ്മർദ്ദം എന്ന് പറയും. മനസ്സിലായി? സാമൂഹിക സമ്മർദ്ദം, സോഷ്യൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ സാമൂഹിക ബന്ധങ്ങള്, സാമൂഹിക പ്രതീക്ഷകൾ എന്നിവ മൂലം നമുക്കുണ്ടാകും. അപ്പൊ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് സമ്മർദ്ദം ഉണ്ടായാൽ അതാണ് സാമൂഹിക സമ്മർദ്ദം. അപ്പൊ അതായത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം, സമൂഹത്തിൽ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ നമുക്ക് സമ്മർദ്ദം തരുന്നതാണ് അല്ലേ? അതേപോലെ സാമ്പത്തികമായിട്ടുള്ള അസമത്വം, അത് സോഷ്യൽ സ്ട്രെസ്സിൽ വരുന്നതാണ്, അല്ലെങ്കിൽ സാമൂഹിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ് ഇല്ലേ? മത്സരങ്ങൾ, ഇതെല്ലാം നമുക്ക് എന്താണ്? സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രെസ്സിന് ഉദാഹരണങ്ങളാണ്. മനസ്സിലായത്? ഇതിന്റെ എല്ലാ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്തത്, ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ആൻസർ ഇതായിപ്പോയി. എന്താണ്? ഇച്ഛാഭംഗം ഉണ്ടാകുന്നു. ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രസ്ട്രേഷൻ. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഇച്ഛാഭംഗമാണ് ഉണ്ടാകുന്നത്, ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നു ഇല്ലേ? എന്താണ് ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ നിറവേറ്റാൻ കഴിയാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു മാനസികമായ അസ്വസ്ഥതയാണ്. അപ്പൊ നമ്മള് ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നു, അതല്ലെങ്കിൽ എന്താണ്? ആഗ്രഹങ്ങൾ നടക്കുന്നതിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നു, അപ്പോൾ നമുക്ക് മനസ്സിന് എന്തുണ്ടാകുന്നു? അസ്വസ്ഥത ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ ഇച്ഛാഭംഗം അല്ലെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇച്ഛാഭംഗം അല്ലെ ഫ്രസ്ട്രേഷൻ. ഓക്കെ. എക്സാമ്പിൾ, പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകും ഇല്ലേ? ആഗ്രഹിച്ച ജോലി കിട്ടാതിരിക്കുമ്പോൾ നിരാശ ഉണ്ടാകും ഇല്ലേ? എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പലതവണ ശ്രമിച്ചിട്ട് നമ്മൾക്കത് പറ്റാതെ വരുമ്പോൾ, പരാജയപ്പെടുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ഈ പറഞ്ഞ പോലെ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും ഇല്ലേ? ഇനി ഈ ഫ്രസ്ട്രേഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? തടസ്സമുണ്ട്.
അല്ലെ, തടസ്സമായിരിക്കാം, തടസ്സം കൊണ്ട് ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റാത്തതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ നിരാകരണം നേരിടുന്നു. കാരണം നമുക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മറ്റുള്ളവർ അതിന് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോഴും എന്താണ്, നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും, ഇല്ലേ, ഇച്ഛാഭംഗം ഉണ്ടാകും. അതേപോലെ തന്നെ എന്താണ്, വ്യക്തിയുടെ പരിമിതികൾ, ആഗ്രഹമുണ്ട് പക്ഷെ ശാരീരികമായിട്ടുള്ള പരിമിതി അല്ല സാമ്പത്തികമായിട്ടുള്ള പരിമിതി അതിന് നേടാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്, അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ ഇച്ഛാഭംഗം അല്ലെ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും, ഇല്ലേ. അതേപോലെ നിരന്തരം നമ്മൾ ചെയ്തിട്ടും പരാജയപ്പെടുന്നു, അല്ലെ അതുകൊണ്ട് നിരാശ ഉണ്ടാകുന്നു, അല്ലെ, നിരാശയുടെ ആവർത്തനം, പരാജയത്തിന്റെ ആവർത്തനം, ഇതെല്ലാം നമ്മളിൽ എന്തുണ്ടാക്കും, ഇച്ഛാഭംഗം. അപ്പൊ ഇച്ഛാഭംഗം എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഒരു ആഗ്രഹം സാധിക്കുന്നതിൽ നിന്നും നമ്മളെ തടസ്സപ്പെടുത്തുന്ന സംഭവം, ആ ഒരു തടസ്സം നേരിടേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ് ഇച്ഛാഭംഗം അല്ലെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആഗ്രഹം, ആവശ്യം എന്നിവ നിറവേറ്റാൻ കഴിയാത്തത് കൊണ്ട് ഉണ്ടാകുന്ന മാനസികപരമായിട്ടുള്ള ഒരു അസ്വസ്ഥതയാണ് ഇച്ഛാഭംഗം. അതല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അതിന് തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണ് ഇച്ഛാഭംഗം അല്ലെങ്കിൽ എന്താണ്, ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടിയല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടിയല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? നോക്കിക്കേ, ഓപ്ഷൻ എ ബാഹ്യ അഭിപ്രേരണ, അതായത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. ബി ആന്തരിക അഭിപ്രേരണ, ഇൻട്രിൻസിക്. അടുത്തത് അധികാര അഭിപ്രേരണ, അംഗീകാര അഭിപ്രേരണ. ഇവിടെ നോക്കിക്കേ, അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ, അഭിപ്രേരണയുടെ ഇംഗ്ലീഷ് മോട്ടിവേഷൻ എന്നാണ്. അപ്പൊ ഇവിടെ ഒരു വ്യക്തിയെ ലക്ഷ്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ഉദ്ദേശ ശക്തി അല്ലെങ്കിൽ ആന്തരിക ശക്തിയാണ് നമ്മൾ എന്ത്, മോട്ടിവേഷൻ എന്ന് വിളിക്കുന്നത്, അഭിപ്രേരണ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു വ്യക്തിയെ എന്തെങ്കിലും ലക്ഷ്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ആന്തരിക ശക്തിയാണ് എന്ത് വിളിക്കുന്നത്, അഭിപ്രേരണ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോ എന്താണ്, നമുക്ക് എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് പിന്നിൽ എന്തുണ്ടായിരിക്കും, ഒരു മോട്ടീവ് ഉണ്ടായിരിക്കും, ഒരു പ്രേരകം ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ജോലിക്ക് പോകുന്നത് എന്തുകൊണ്ടാ, അവിടെ ശമ്പളം, സാലറി എന്നുള്ള ഒരു സംഭവം അവിടെ കിട്ടണം. അത് ആ ഒരു പ്രേരക ശക്തി കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ശമ്പളം തരുന്നില്ലെങ്കിൽ നമ്മൾ പോകത്തില്ല. അപ്പൊ അവിടെ എന്തോ ഉണ്ട്, ഒരു മോട്ടീവ് ഉണ്ട്, ഇല്ലേ. പിന്നെ അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ചുമ്മാതെ എപ്പോഴും വലിച്ചു വാരി കഴിക്കുകയാണോ? അല്ല, നമുക്ക് വിശപ്പുള്ളപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആ ഭക്ഷണം കഴിക്കുന്നതിന് പിന്നിൽ എന്താണ് അവിടുത്തെ പ്രേരണ എന്ന് പറയുന്നത്, വിശപ്പ്. അപ്പൊ ദാഹിക്കുമ്പോഴാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്, ഇല്ലേ, അല്ലെ വെള്ളം തേടുന്നത്. അപ്പൊ അതിനൊക്കെ എന്തുണ്ടാകുന്നു, വിശപ്പ് അല്ലെ ദാഹം, അങ്ങനെ ഒരു പ്രേരണ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ അത് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏതൊരു പ്രവൃത്തിക്ക് പിന്നിലുമുള്ള ആ ഒരു ഉദ്ദേശ ശക്തി അല്ലെ പ്രേരക ശക്തിയാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. ഈ അഭിപ്രേരണ രണ്ട് തരത്തിലാണുള്ളത്, ഒന്ന് ആന്തരികവും ഒന്ന് ബാഹ്യവും. മനസ്സിലായോ? ആന്തരിക അഭിപ്രേരണ എന്ന് പറയുമ്പോൾ ഇന്നർ മോട്ടിവേഷൻ ആണ്, അതായത് ഉള്ളിൽ നിന്നും വരുന്നതാണ്. ബാഹ്യ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ എന്താണ്, പുറമേ ഉള്ളതാണ്. മനസ്സിലായോ? പുറമേ ഉള്ള എന്തെങ്കിലും ഘടകങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്, ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടിയല്ലാതെ എന്നാണ് ചോദ്യം. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടിയല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണെന്നാണ് ചോദ്യം. അപ്പൊ നോക്കിക്കേ, ഞാൻ രണ്ടു തരം അഭിപ്രേരണയെ കുറിച്ച് പറഞ്ഞു, ബാഹ്യമായതും ആന്തരികമായതും. ബാഹ്യം എന്ന് പറഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തു നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതാണ് ബാഹ്യമായ അഭിപ്രേരണം, പുറമെയുള്ള എന്തെങ്കിലും ഇതുകൊണ്ട്. എന്നാൽ എന്താണ്, വ്യക്തിയെ ലക്ഷ്യത്തിലേക്ക് ഉള്ളിൽ നിന്നും ഒരു വ്യക്തിയെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഉള്ളിൽ നിന്നുണ്ടാകുന്ന പ്രചോദനത്തിനെയാണ് എന്ത് വിളിക്കുക, ആന്തരിക അഭിപ്രേരണ എന്ന് വിളിക്കുന്നത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. മനസ്സിലായോ? അതായത് ഉള്ളിൽ നിന്നൊരു പ്രചോദനം ഉണ്ടാകും. ഇപ്പോ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് വായിക്കുന്നു, അത് ആരും പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ട്, പുറത്തുനിന്ന് ആരുടെയും പ്രേരണ കൊണ്ടല്ല. എങ്ങനെയാണ്, എനിക്കിഷ്ടപ്പെട്ട ബുക്ക് ഞാൻ എൻ്റെ ഉള്ളിലെ പ്രേരണ കൊണ്ട് വായിക്കുന്നതാണ്. അപ്പൊ അത് എന്തിന് ഉദാഹരണമാണ്, ആന്തരിക പ്രേരണയ്ക്ക് ഉദാഹരണമാണ്. ക്ലിയർ? അപ്പൊ ഇവിടെ നോക്കുക, ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടിയല്ല. എന്നാൽ ഞാൻ വേറൊരു ബാഹ്യമായിട്ടുള്ള അഭിപ്രേരണ പറയാനാണെങ്കിൽ ഇവിടെ റിസൾട്ടിന് വേണ്ടി പഠിക്കുന്നു. മനസ്സിലായോ? അല്ലെ സമ്മാനത്തിന് വേണ്ടിയിട്ട്
മത്സരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എന്താണ് അവിടെ എന്തെങ്കിലും ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ബാഹ്യമാണ്. ക്ലിയർ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ബാഹ്യമായ ബഹുമതിക്ക് വേണ്ടിയല്ല, വ്യക്തിപരമായ താല്പര്യം. ഇപ്പൊ ഇഷ്ടപ്പെട്ട ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് എന്റെ വ്യക്തി താല്പര്യമാണ്. അത് അപ്പൊ ഏത് തരം അഭിപ്രേരണ വരും? ആന്തരിക അഭിപ്രേരണ വരും. ക്ലിയർ ആണോ? ഇനി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു. ഒരാൾ ചുമ്മാ നീ സൈക്കിൾ ഓടിക്കാൻ പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമോ? ഇല്ല, നമുക്ക് തോന്നണം, ഉള്ളിൽ നിന്ന് തോന്നണം. അപ്പൊ അതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ആന്തരികമായ അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. മനസ്സിലായോ? ഇനി ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്, അവിടെ സ്വയം തോന്നിയും പോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ചുമ്മാ ആരെങ്കിലും പ്രേരിപ്പിച്ചു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് തോന്നിയിട്ട് ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ആന്തരികമായിട്ടുള്ള അഭിപ്രേരണ കൊണ്ടാണ്. മനസ്സിലായോ? മനസ്സിലായോ? എന്നാ കപ്പിന് വേണ്ടി കളിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അത് ബാഹ്യമായ അഭിപ്രേരണയാണ്. ക്ലിയർ ആണോ? അല്ലാണ്ട് വെറുതെ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് പോകുന്നതാണ്, ആന്തരിക പ്രേരണ കൊണ്ട് പോകുന്നതാണ്. അപ്പൊ ഇതാണ് അഭിപ്രേരണയുടെ രണ്ട് തരങ്ങൾ, ബാഹ്യവും ആന്തരികവും. ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ ഉത്തരം ഏതാണ്? ക്വസ്റ്റ്യൻ അനുസരിച്ച് ആന്തരിക അഭിപ്രേരണ. എന്തുകൊണ്ടാണ്? വ്യക്തി താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് അറിയാലോ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനി ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ്, ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സൈക്കോളജിയുടെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത് സ്റ്റേറ്റ്മെന്റ് വൈസിലും അല്ലാതെയൊക്കെ മക്കളെ ക്വസ്റ്റ്യൻസ് ഞാൻ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങളെ ചെയ്യിപ്പിച്ച് പക്കാക്കി വിടുന്നതായിരിക്കും. അപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളവർക്കറിയാം, ആ കൊടുക്കുന്ന നോട്ട്സും ആ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസും മാത്രം പഠിച്ചിട്ട് ജോലിയിൽ കയറിയ കുട്ടികളുണ്ട്. നമുക്ക് പിന്നെ എനിക്കെന്താണ് വലിയ ഈ പറയുന്നത് കണക്ക് പരസ്യമൊന്നുമില്ല. പിന്നെ എനിക്കറിയാം, ആ കുട്ടികൾക്കും അറിയാം. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അടുക്കും ചിട്ടയോടും കൂടി മനസ്സിലാക്കി പഠിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ നിൽക്കത്തുള്ളൂ. പിന്നെ ആവർത്തിച്ച് നിങ്ങളിത് പഠിക്കണം, ക്ലാസ് കാണണം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ സൈക്കോളജി പാടാണെന്ന് പറഞ്ഞൊന്നും നിങ്ങൾ മാറ്റി വെച്ചേക്കല്ലേ. സിമ്പിളായിട്ട് 5-ൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ക്ലാസ് കാണുക, ക്വസ്റ്റ്യൻസ് പറയുന്നത് മനസ്സിലാക്കുക, നോട്ട് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 5-ൽ 5 മാർക്കും കിട്ടും. എല്ലാ പ്രാവശ്യവും എൻ്റെ നോട്ടും കാര്യങ്ങളും ഫുള്ളായിട്ട് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും 5-ൽ 5 മാർക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് ഉറപ്പ് തരാൻ കഴിയും, ഗ്യാരണ്ടീഡ് ആണ്. പക്ഷേ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.